നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓണത്തുമ്പികൾ. അത് എനിക്ക് LKG ഓണം വരുന്ന എന്റെ ഫേവറേറ്റ്. 10 വർഷം ഇതിന് ഭ്രാന്താണെന്നാണ് എന്റെ അഭിപ്രായം. അടിപൊളി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പായസം ഒന്നതിന്റെ സാമ്പാർ വരില്ല. നേരത്തെ പായസം ചെറിയ കമ്പനി കിട്ടിയതില്ല. പായസം സൈക്കിൾ റാലി എന്ന് പറഞ്ഞ് ഓടി ചന്തി വരെ കഴിച്ച അങ്ങനത്തെ ഒരു വർഷം. അടിപൊളിയായി. സ്കൂളിൽ ഓണൊക്കെ പോലെ വീട്ടിൽ നിന്ന് പഠിക്കും. സാറേ എനിക്ക് വരാൻ പറ്റില്ല. അല്ല, എനിക്ക് വെജിറ്റേറിയൻ സദ്യയിലിട്ട് നല്ല പെൺകുട്ടികളെ കാണാനുള്ള ഒരു അവസരം കുട്ടികള് അത് പറഞ്ഞാൽ അമ്മയുടെ കാണാൻ പറ്റാറില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീണ്ടും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയ്ക്കിടെ വരുന്ന ചീഫ് ഗസ്റ്റായ കൃഷ്ണയാണ്. വെൽക്കം ടു ദ ഓൺ എപ്പിസോഡ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ വീട്ടുകാരുടെ കൂടെ തന്നെയായിരുന്നു സദ്യ കൊണ്ടും. നല്ലൊരു ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു ഓണം? എങ്ങനെയാണ് എല്ലാ വർഷത്തെ പോലെ തന്നെ വൈബ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് വൈബ് വന്നോ ഇല്ലെന്ന് തീർന്നു. അങ്ങനത്തെ ഒരു എനിക്ക് കൊള്ളായിരുന്നു ഓണയില്ലേ. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം ഓണം ഒരു ആഘോഷം ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്ത് തോന്നുന്നു ഒരു ഗസ്റ്റ് വന്നപ്പോൾ? ഇത്രയും മൊത്തമായ ഒരു ചാനലിൽ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതെ അതെ. ഈ മാസത്തെ രണ്ടാമത്തെ വീഡിയോയിലാണ് ഈ ഒരു 16ാമത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു കോസ്റ്റ്യൂം ശ്രദ്ധിച്ചിരുന്നു. ഒരേ ഒരു സ്ഥലവും എല്ലാവരുടെ ഓണം എങ്ങനെയൊക്കെ, നിങ്ങളുടെ ഓണം എങ്ങനെയെന്നുള്ളത് കമന്റ് ചെയ്യാം. കാരണം നിങ്ങൾ ഇത്ര ഒരു വീഡിയോ കാണാറുള്ളതുകൊണ്ട് ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം എന്തായിരുന്നു? ഓണത്തുമ്പികൾ. രീതി പറയത്തില്ല, നമ്മുടെ കരിക്കില് ഓണത്തുമ്പികൾ. ആ തുമ്പികളെ വരെ പറ്റിച്ച് ഓണമല്ല ക്രിസ്മസ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് നാട്ടിലുള്ളത്. അപ്പൊ ഓണം ഇപ്പോഴത്തെ നമ്മളിപ്പോ കുറെ കാലം കൊണ്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 10 വർഷം മുമ്പ് ഓണം ഈ ഓണം തമ്മിൽ എന്തൊക്കെ വ്യത്യാസം അറിയുന്നുണ്ട്? 10 വർഷം തുടങ്ങി വെച്ച പോലെ 10 വർഷം മുമ്പേ ഇവിടെ ഓണം എന്ന് പറയുന്നത് സ്കൂളിലൊക്കെ ആഘോഷിക്കേണ്ടായിരുന്നത്. അതെ. അപ്പൊ നമ്മള് ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് അമ്മമ്മയുടെ കൂടെയൊക്കെ ആയിരുന്നു ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ആയിരുന്നു ഓണം സദ്യ കൂടാറുള്ളത്. അപ്പൊ ഇതും വെച്ച് നോക്കുമ്പോ ഇപ്പൊ ജോലിയുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല, അസൗകര്യം ചില നേരത്തുണ്ട്. അമ്മമ്മയുടെ കാണാൻ പറ്റാറില്ല. കഴിഞ്ഞ മൂത്രമൊഴിച്ചെന്നൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോ മാസം ചെട്ടി കഴുകിയിട്ടാണ് കിടന്നുറങ്ങിയപ്പോ. അപ്പൊ സ്കൂളില് അല്ലെങ്കിൽ കോളേജില് ഓണം അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂൾ ഓണം ഒക്കെ ആദ്യം 10 വർഷം സ്കൂളിൽ പഠിച്ച് 12 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് ഏത് ഓണമായിരുന്നു? കാരണം LKG എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഓർമ്മ കാണുന്നുള്ളത്. അത് എനിക്ക് LKG ഓണം വരുന്ന എന്റെ ഫേവറേറ്റ്. ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് സ്കൂളിൽ എടുത്ത് പറയാനായിട്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ഇത് കിട്ടും. ഈ കളർ ഡ്രസ് ഇട്ട് വരാനുള്ള ഒരു ദിവസമാണ്. അപ്പോ നല്ല പെൺകുട്ടികളെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. സ്കൂൾ പെൺകുട്ടികൾ ഇപ്പോഴത്തെ പ്രായം വെച്ചല്ല, അന്നത്തെ പ്രായമാണ്. പോകുന്നുണ്ട് ഇപ്പോഴും ഇതുപോലെ തന്നെ. ഇത് PG കടയിൽ വിട്ടു പോകുന്നു. നീ ബാക്കി കട്ട് ചെയ്ത് നോക്ക്. പറഞ്ഞു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ കാണാൻ നീ പെണ്ണുങ്ങൾ കാണാറില്ലേ? വീഡിയോ പറയാറുണ്ട്. പറഞ്ഞു വെറുതെ ആണോ ക്യാൻഡിയൊക്കെ ഇരിക്കുന്നത്? പറയുന്നത് ധൈര്യം കാണിക്കില്ലേ? അതെ, ഒന്നും നടക്കുന്നിട്ടൊന്നുമല്ല. പക്ഷെ നമ്മളാണെന്ന് അതെ, നമ്മളായിട്ട് നിൽക്കണമല്ലോ. അതുകൊണ്ടാണ് ആരെയും കിട്ടാത്തത്. അത് വേറെ കാര്യം. അന്ന് വന്നൊരു നോക്കിയതുകൊണ്ടാണ് ആരെയും കിട്ടാത്തത്. ഒരു കഥയുണ്ട് കേട്ടോ, നമ്മൾ പറയുന്നില്ല. പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതെ, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. എന്തായാലും സ്കൂളിലോ അങ്ങനെയൊക്കെ ഒരു 10 കൊല്ലം അങ്ങനെയൊക്കെ കടന്നു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് ചെയ്യാൻ പറ്റും. ചുമ്മാ നിൽക്കും. സ്കൂളിലാണോ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള സ്കൂളാണ്? നീ പറഞ്ഞായിരുന്നു മെമ്മറബിൾ ആയിട്ടുള്ള സ്കൂളാണ്. അതും കൂടി പറഞ്ഞു. ഓർമ്മയില്ല. സ്കൂളിൽ മെമ്മറബിൾ പോകാൻ 10ാം ക്ലാസ്സിലാണ്. അതായത് ഞാനും എന്റെ ലോബിയും എന്റെ ബെൽറ്റുള്ള 10ാം ക്ലാസ്സാണ്. അതിന്റെ ലോബിയൊക്കെ പിരിഞ്ഞ് എല്ലാവരും പഠിച്ച സ്കൂളിൽ പോകും. അതിനെ പറ്റിയ പറയാനാണ് പറഞ്ഞത്.
വളരെ ഇത്തിരി മികച്ചതായിട്ട് നിന്ന് ഒരു ഓണം 10ാം ക്ലാസ്സിൽ. അതിന് മുമ്പേ ഉള്ള ഓണം എന്നൊക്കെ പറയുമ്പോൾ 10 ദിവസം അവധിയുണ്ട്, പായസവും കിട്ടും, ലഡുവും കിട്ടും. ഇതിലും പായസവും കിട്ടി, ലഡുവും കിട്ടി. നമ്മൾ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ലാസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ പോകുന്നറിയാമോ, ആ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓണം. അതിന് 10ാം ക്ലാസ്സിലെ ഓണമാണ് സ്കൂൾ ടൈമില് ഏറ്റവും ബെസ്റ്റ് ഓണം. അതെ അഗീഷ്. എനിക്ക് എന്റെ സ്കൂൾ ഓണം വളരെ ഓർമ്മയില്ല. സ്കൂൾ ഓണത്തിന് പോലെ വീട്ടിൽ നിന്ന് പഠിക്കും. അല്ല സാറേ എനിക്ക് വരാനൊന്നും പറ്റില്ല, ഞാൻ പഠിക്കും. 10 ദിവസം അവധി വേണ്ടെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളായിട്ട് വഴക്കുണ്ടാക്കി സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രിൻസിപ്പൽ ഇവന് വേണ്ടി മാത്രം സ്കൂൾ തുറന്നിട്ട് വരും, വന്നിരുന്ന് പഠിക്കും. അതെ ഇവ മാത്രം ചുമര് നോക്കി പറയും. പിന്നെ മനസ്സിലായി ചുമരിൽ എഴുതി വെക്കുക പരീക്ഷയ്ക്ക് വേണ്ടിട്ട് കുത്ത നോക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ വളരെ സകലകല വെല്ലുവിളിയുണ്ട് അഗീഷ്. നോട്ട്ബുക്കിലെ പേജ് തീർന്നു സാറേ, ചുമരിൽ എഴുതി പഠിക്കാൻ. ഇപ്പോഴും സ്കൂളിൽ പോയി കാണാം ചുമരിൽ പെയിന്റ് അടിച്ചിട്ടില്ല അവര്. ഇപ്പോ സ്വാഭാവിക 10ാം ക്ലാസ്സും പിന്നെ അതുപോലെ +2 ഈ 2 ഓണമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് വരുന്നത്. കാരണം 10ാം ക്ലാസ്സിലെ ഓണം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇതുണ്ട് മാറിപ്പോകുന്ന ഇത്. +1 +2 വേറെ ഇതായിരുന്നു, വേറെ വൈബായിരുന്നു. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ വേറെ ഏത് ആഘോഷമാണെങ്കിലും ഓണം ഒരു പ്രത്യേക ഇതാണ്. 10 ദിവസം ഉണ്ട്. അത്തം തൊട്ട് പണ്ടൊക്കെ അങ്ങ് 1999 ഞാൻ അങ്ങ് കൊണ്ട് ഒരു 2000-ന് ശേഷം, അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലത്തിന് ശേഷം രാവിലെ ഒരു 6-6:30 എണീക്കും. അതിരാവിലെ എന്നിട്ട് പിന്നെ കിടന്നു. ഇല്ല രാവിലെ എണീച്ച് ഇത് പൂറയ്ക്കാൻ പോകും. ഒരു കവർ എടുത്തോണ്ട് പ്ലാസ്റ്റിക് കവർ എടുത്തോണ്ട് പൂറയ്ക്കാൻ വേണ്ടി പിന്നെ കുറെ പൂവ് തുമ്പ തെറ്റി പിന്നെ കുറെ പൂവൊക്കെ പറിച്ച് ശംഖുപുഷ്പം ശവന്നരപ്പ് വന്നില്ല ഞാൻ പറിച്ചു. അപ്പൊ അതൊക്കെ പറിച്ച് പൂക്കളട് അത് ഭയങ്കര രസമായിരുന്നു. ചാണകമൊക്കെ മെഴുകി ഞാനല്ല അച്ഛൻ ജീവി പിന്നെ ഡിസൈനൊക്കെ വരച്ച് ഗണപതിയൊക്കെ വെച്ച് അങ്ങനെ ഒരു ഭയങ്കര വൈബ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ സെറ്റപ്പ് വളരെ കുറവ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ കുട്ടിക്കാലത്ത്? ഞാൻ സത്യം പറയാൻ എന്റെ ജീവിതത്തില് ആകെ ഒരു കൊല്ലം മാത്രമേ ഒരു വീട്ടിലായിട്ട് താമസിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാതും ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ ആ ഒരു സൗകര്യം എനിക്ക് അനുഭവിക്കാൻ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിലിപ്പം മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ NSS കരയോഗ പരിപാടി, പിന്നെ ക്ലബ്ബ് അൻഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവിടുത്തെ പരിപാടി അതിനൊക്കെ. പക്ഷെ അതിന് മെയിനായിട്ട് 2016 ഓണം അടിപൊളിയായിരുന്നു. കാരണം നമ്മളെ പയ്യന്മാരെ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ അത്ത് ഇടുക, സൈക്കിൾ റാലി എന്ന് പറഞ്ഞ് ഓടി ചന്തി വരെ കഴിച്ച അങ്ങനത്തെ ഒരു വർഷം. പക്ഷെ അടിപൊളിയായിരുന്നു. ഓടി നടന്ന് പറന്ന് നടന്ന് തീർന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. അത് 10 വർഷം മുമ്പുള്ള ഒരു ഓണം. ഇതുപോലത്തെ ഓണം പൂവൊക്കെ പറിക്കാൻ പോയിട്ടില്ല. ഞാൻ മാത്രമേ പോയിട്ടുള്ള പൂ പറിക്കാനായിട്ട്. നീ ഒന്നും പൂ പറിച്ചിട്ടില്ലേ? അപ്പുറത്ത് വെട്ടി പൂവൊന്നുമില്ല. പൂവിന് കിലോ എത്ര രൂപ? അല്ല ഞാനൊക്കെ നമ്മുടെ പണ്ടൊരു തോടിന്റെ ഇപ്പൊ അവിടെ ഉള്ളതുകൊണ്ട് നമ്മളവിടെ കുറെ ചീരയിലുണ്ട്, വാഴയിലുണ്ട്. മാമ ചുറ്റിയ കൈ ആടി കൊടുക്കും. അതൊന്നും തൊടാൻ പറ്റില്ല. അപ്പൊ എന്റെ ഇപ്പൊ മൈ ചൈൽഡ്ഹുഡ് ഓസം, നിങ്ങളുടെ ബസ് മോശം. അഖിലേഷ്, എന്റെ ചൈൽഡ്ഹുഡിലോ വീട്ടിലോണമൊക്കെ ശരിക്കും അമ്മൂമ്മേടെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. പിന്നെ അമ്മൂമ്മയുടെ വീട് നിന്റെ പോലത്തെ ഹോൾ ലൈൻ അല്ലേ എന്റെ കുടുംബം. അമ്മൂമ്മയുടെ വീട് പ്ലാവച്ചമ്പലം കഴിഞ്ഞിട്ടായിരുന്നു. കാട്ടാക്കലുണ്ട് അതിൽ പഠിക്കാൻ പ്രാവച്ചമ്പലം. എന്റെ വീട് കൊണ്ട് പ്രാവച്ചമ്പലത്തായിരുന്നു ഞാൻ ഓണാഘോഷ സമയത്ത്. എന്റെ അമ്മൂമ്മേടെ വീട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആയിരിക്കും. ഒട്ടുമിക്ക കസിൻസും അമ്മേന്റെ സൈഡിലുള്ള കസിൻസ് എല്ലാം അവിടെ ആയിരിക്കും. അപ്പം ഓണമായാലും ക്രിസ്മസ് ആയാലും ആ സമയത്ത് അവിടെയൊക്കെ പോകുന്നത്. കാരണം ഒരു ഗ്രൂപ്പായിരുന്നു ആ കസിൻസ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഓൾമോസ്റ്റ് സെയിം ഏജ് ലെവൽസ് ആയിരുന്നു. ഒരു ചേച്ചി ചേട്ടനൊക്കെ 20, 19, പിന്നെ അവിടെ നിന്ന് താഴോട്ട് വരുന്നത് 20 വയസ്സ് തൊട്ട് 13 വയസ്സുള്ള പിള്ളേര് ഒരേ ബെൽറ്റ് ലൈൻ പോലെയാണ് നമ്മൾ എല്ലാവരും കസിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കളിക്കാനൊക്കെ പോകുമായിരുന്നു. ഇവിടെ അപ്പുറത്ത് ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അങ്ങനെ രാത്രി ആകുമ്പോൾ കറണ്ട് കട്ടൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് ഒളിച്ചു കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ. ശരി കേട്ടോ, പണ്ടത്തെ ഒളിച്ചു കളിയുമ്പോൾ രസമാണ്. അന്നൊക്കെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഭയങ്കര ഇതായിരുന്നു. അതെ അന്നൊക്കെ പറഞ്ഞാൽ കറണ്ട് അങ്ങ് പോകും, നമ്മൾ ദിവാന്റെ അടി കിടക്കും, ഉറങ്ങിട്ട് രാവിലെ 6 മണി എണീക്ക് തലയിടും, ബോധം വന്ന് എണീറ്റ് വീഴും. അങ്ങനെ ഒരു ഇതൊക്കെ ആയിരുന്നു പഴയ കലാപരിപാടി. പണ്ട് ഫോണില്ല. അപ്പം ചിലര് പണ്ട് എന്റെ ഫോണിൽ റേഡിയോ കേൾക്കുന്നത് ഹെഡ്ഫോൺ ചാക്ക്
പഴയ കീപാഡ് ഫോണില് ഒരു ക്രിക്കറ്റിന്റെ ഗെയിം ക്രിക്കറ്റിന്റെ ഗെയിം പരിപാടി അതായിരുന്നു നോക്കിയയിലെ റെഡ് ബോൾ ബൗൺസിംഗ് ബോൾ ബോൺസ് പിന്നെ സ്നേക്ക് അത് എപ്പിക് സാധനം സ്നേക്ക് അപ്പൊ അങ്ങനെ എല്ലാ സ്നേക്കും കളിച്ചിട്ടുണ്ട് മറ്റേ പഴയ ബ്രിക്ക് ഫോണില് അതിലെ സ്നേക്ക് യൂസ് എഴുന്നേറ്റ് പോകുന്ന സാധനം പിന്നെ റെഡ് സ്നേക്ക് അങ്ങനെ ഒരു വളരെ ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് നമുക്ക് പറയാം പക്ഷെ വരുന്നു അത്തപ്പൂക്കളിട്ടില്ല ഏത് വീട്ടിലൊരു കിലോക്ക് നമ്മളപ്പുറത്ത് നമ്മളത് പണ്ട് പറഞ്ഞു പക്ഷെ അത് നാട്ടിൻ പുറത്തായിരുന്നു ഇങ്ങനെ കൂടുതൽ വന്നത് അതിനുശേഷം ഞാൻ സിറ്റിയിലോട്ട് മാറിയതിനു ശേഷം അങ്ങനത്തെ ഓണം ഞാൻ അധികം ആഘോഷിച്ചു പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഐ മീൻ ഇപ്പോഴത്തെ പുതിയ താമസം വീട് കണ്ടു പുതിയ വീട് വന്നപ്പോൾ ഞാൻ 2 വർഷം മുമ്പാണ് അവസാനമായിട്ടൊരു ഇവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ച് ചെറുതായിട്ട് രീതിയിൽ ഇട്ടു കഴിഞ്ഞ പ്രാവശ്യം കിട്ടില്ല അതുപോലത്തെ ഒരു ഓണം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഓണം വീണ്ടും ആഘോഷിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അടുത്ത വർഷം നമുക്ക് വല്ല വാപ്പളിമുക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഭവം തുടങ്ങിയിട്ട് അവിടെ നിറയെ പൂക്കള് അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കാം അപ്പൊ ഓണസദ്യക്ക് എനിക്ക് പ്രത്യേകിച്ച് കാണാം അതൊക്കെ അമ്മ അച്ഛൻ എല്ലാവരും കൂടി ചേർത്ത് ഫാമിലി എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അവരും ചെയ്യും അപ്പൊ ഞാൻ ചെല്ലുന്ന പപ്പടം കഴിക്കുന്ന അടി കിട്ടുന്നു ദൈവത്തിന് വെച്ചിട്ട് കഴിക്കുമെന്ന് പറയുന്നു പിന്നെ സ്നീക്ക് ചെയ്ത് കുറെ സമയം കഴിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒരു ഓർമ്മ അപ്പൊ നമ്മുടെ കോളേജിലോട്ട് വന്നാൽ കോളേജിലാണ് നമ്മൾ 4 ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ പഠിക്കാത്തവരാ പഠിച്ചിട്ടില്ല അതെ അതെ പക്ഷെ നമുക്ക് കൊറോണയുടെ കൂടെയാണ് നമ്മൾ കയറിയത് നമ്മൾ കയറിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കൊറോണ വന്നത് നമ്മള് കയറി ഒരു വർഷം കൊറോണ അപ്പൊ വന്ന് പിന്നെയാണ് ലോകം മൊത്തം സ്പ്രെഡ് ആയി നമ്മുടെ കേരളത്തിൽ വന്ന് കൂട്ടി പൊങ്കാലയുടെ 2 ദിവസം ശേഷം കൊണ്ട് ഓണം കൂട്ടി കാരണം പൊങ്കാലയ്ക്ക് 2020 പൊങ്കാല ആറ്റിലെ പൊങ്കാലയ്ക്ക് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ആരൊക്കെ ചുമ്മാ പറയുന്നതാണെങ്കിൽ കൊറോണ സാധനമേ ഇല്ലെന്നൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് എനിക്ക് ആ ക്ഷീണത്തിന് ഞാൻ കോളേജിൽ പോയില്ല ഞാനൊന്ന് ഉറപ്പില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജ് 9 മണിക്കാണ് തുടങ്ങുന്നത് 11:30 കോളേജ് വിട്ട് കൊറോണ ലോക്ക്ഡൌൺ ആക്കിയെന്ന് പറയും 9 കളിക്കാൻ പോയില്ല നീ അല്ല അന്ന് കുറച്ചു നേരം ക്ലാസ്സിലുള്ളൂ 1:30 നമ്മള് വിട്ടത് 1:30 വിട്ടു 11 വിട്ട് ലഞ്ച് ബ്രേക്ക് തുടങ്ങി ആ സമയത്താണ് എല്ലാവരും വീട്ടിൽ പോയി ഒരു ക്ലാസ് കൊടുത്തു അപ്പൊ ഞാൻ ഉറക്കുന്നു കേട്ടോ അപ്പോഴും ഞാൻ എണീച്ചിട്ടില്ല കുറച്ച് കഴിയുമ്പോഴാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു ഇനി ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കോളേജ് വെച്ചൊക്കെ നേരത്തെ എടുത്തു കോളേജ് വെച്ചില്ല അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്നു ഓക്കെ ഞാൻ വൈകിട്ട് അറിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ മേരെ പേര് ദേശവാസിയോ എന്ന് പറഞ്ഞു നമ്മുടെ മോദിജി അത് കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് അതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണെന്ന് ഹിന്ദിയിൽ പറഞ്ഞു ഓക്കെ 2 ആഴ്ചയില്ലേ അമ്മേ അങ്ങനെ 2 വർഷം എടുത്തു ഒന്ന് കംപ്ലീറ്റ് ആവണ്ട അങ്ങോട്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഓണം ഉണ്ടായിരുന്നു നമ്മുടെ കയറിയിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓണമായി അതിപ്പോ ഗംഭീര ഓണമായിരുന്നു ഭയങ്കര കളർഫുൾ ആയിരുന്നു ആ ഓണം ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കര കളർഫുൾ ഓണം അതുവരെ അതിന്റെ ഭാഗമായിട്ട് ഒരു ഷർട്ട് നമുക്ക് അതിന്റെ ഇപ്പോഴും ഉണ്ട് അതിപ്പോഴും ഈ 2 ഷർട്ട് ഒരു മെറൂൺ കളർ ഷർട്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടിയിരുന്നത് അതുപോലെ തന്നെ അതൊന്നും അറിയണ്ടത് ഞാൻ രണ്ടാമത്തത് പച്ച കളർ വരുന്നു അങ്ങനെ 2 വെറൈറ്റി ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള വർഷത്തിന്റെ വ്യത്യാസം 2 വർഷത്തോളം എടുത്തു അപ്പൊ ആ ഒരു ഓണം ഭയങ്കര കളർഫുൾ നമ്മളെല്ലാം ഒറ്റക്കെട്ട് നിന്ന് ഒരേ ഒരു ഇതായിരുന്നു അതിനുശേഷം ലോക്ക്ഡൌൺ വന്നു പിന്നെ ബെൽറ്റ് ആയിട്ട് തിരിഞ്ഞു അങ്ങനെ നമ്മൾ 4 ബെൽറ്റിലായി സോറി നമ്മൾ 2 പേര് ആദ്യം ബെൽറ്റിലായി പിന്നെ പതുക്കെ ഇവൻ ബെൽറ്റിലായി 8 ദിവസം ആകേഷ് നമ്മൾ ബെൽറ്റിലായി അങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ വരെ എത്തിയത് നമ്മുടെ ഗ്യാങ്ങിനാണ് ബെൽറ്റ് എന്ന് പറയുന്നത് നാണയ പൃഥ്വിരാജ് ഉണ്ണി പോകുന്നതിന് അതുപോലത്തെ ബെൽറ്റ് ആ ബെൽറ്റിൽ നമ്മുടെ ബെൽറ്റ് അപ്പൊ അങ്ങനെ ആ ഒരു ഓണം പായസ മത്സരം ഞാനിത് പായസം വെച്ചിരുന്നത് ഫസ്റ്റ് ഇയറിൽ പൂർണ്ണിമേനെന്ന് തോന്നുന്നു നമുക്ക് 2 സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു അങ്ങനെ ആ ഒരു ഭയങ്കര കാരണം പായസം കോമ്പറ്റീഷൻ അതൊക്കെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി സംഭവങ്ങളായിരുന്നു പത്താപ്പൂക്കുളത്തിന് ഭയങ്കര എല്ലാവരും വന്നിട്ട് എന്നിട്ട് അപ്പോഴത്തെ ബസ്സിലത്തെ കാണാൻ വേണ്ടി അവനെ അടിച്ചു ഓട്ടിക്കും അങ്ങനത്തെ വളരെ ഫൺ ഫസ്റ്റ് വടംവലിക്ക് ഫസ്റ്റ് ഗേൾസ് നമ്മൾ സെക്കൻഡ് റൗണ്ടില് അതെ ഉടായ്പ കാണിച്ചതാണ് ഉടായ്പ കൈയോടെ പൊക്കി അതെ ഞാൻ പപ്പൻ്റെ അടുത്ത് പറഞ്ഞു പത്മജിന്റെ അടുത്ത് പറഞ്ഞു എടാ നമ്മൾ കുറച്ച് ചളിയുടെ അവിടെ നിന്നത് നമ്മുടെ കുറച്ച് നീങ്ങുകയാണെങ്കിൽ റോഡ് കിട്ടും റോഡ് ചെയ്യുന്ന ഗ്രിപ്പ് കിട്ടും അതെ നമ്മൾ 2 റൗണ്ട് നമ്മൾ ജയിച്ചു അപ്പോഴാണ് അവർക്ക് ഡൗട്ട് അടിച്ചു എന്തോ സംഭവം അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായത് അങ്ങനെ കൈയോട് തൂക്കി വീണ്ടും ചെയ്ത് നമ്മൾ തോറ്റു അങ്ങനെ അതെ
നമ്മള് ഗേൾസിന്റെ വീട്ടിൽ നമ്മള് അതെ നമ്മൾ പോയി തോപ്പിച്ചവരെ സൗണ്ട് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര ശക്തരായി. അങ്ങനെ എല്ലാവരും നമ്മൾ പേടിച്ചു. ഇഫ്നെ പറയുന്നത് ഇഫ്നെ ബാക്കിൽ ആങ്കർ ഇഫ്നെയായിരുന്നു നമ്മുടെ അറ്റത്ത് വാലിയോട് നങ്കൂര് ആങ്കർ. അപ്പൊ അങ്ങനെ നമ്മുടെ ടീച്ചർമാരാണ് ഇതുപോലത്തെ ഒരു യൂണിറ്റി ഉള്ള പിള്ളേരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ആ 2 മാസം അർത്ഥത്തിനും പാട്ടും അതിലായിരുന്നു മിസ്സുമാര് പ്രത്യേകം പറഞ്ഞത്. ഇത്ര യൂണിറ്റ് ഉള്ള ഒരു ക്ലാസ് വേറെ ഇല്ല. പിന്നെ ലോക്ക്ഡൌൺ വന്നു. എടുത്ത് പറയണമല്ലോ, ക്ലാസ് ഭംഗിയാണെങ്കിലും ഭയങ്കര യൂണിറ്റി ആണ്. അതെ, പക്ഷെ എനിക്ക് പോകാൻ പറ്റൂല. നീ വരുമ്പോഴേ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആദ്യം തൂക്കണ എന്നെ ആയിരിക്കും. ഇവന്മാര് ക്ലാസ് ബങ്ക് ഞാൻ ബാങ്കിനകത്തേക്ക് ഉടനെ മിസ് രാഹുലെ ഇനി മിസ് വിളിക്കുന്നു. ഓക്കെ അവർ ഞാൻ അങ്ങനെ അവർക്ക് ക്ലാസ് കളഞ്ഞു. എനിക്ക് യൂണിറ്റി എല്ലാം കേറി ഒരു 2 മാസം കഴിഞ്ഞപ്പോ കൊറോണ. ഈ യൂണിറ്റിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവര് നമ്മുടെ ഫസ്റ്റ് ഇയർ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം നമ്മുടെ ക്യാമ്പസ് ഒട്ടുന്ന ഒരു സംഭവം സ്ഥലം എല്ലാരും കാണണമെന്ന് പറഞ്ഞിട്ട് അവന്മാര് 4 വിധിക്ക് പോയി. ഏതോ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൂടെ പ്രിൻസിപ്പൽ കൃത്യമായിട്ട് മനസ്സിലായി. പ്രിൻസിപ്പൽ എല്ലാ ക്ലാസ്സിലും നോക്കി. നമ്മുടെ ക്ലാസ്സിൽ 15 പേര് ഇൻക്ലൂഡിങ് ഞാൻ. കാരണം ഞാൻ അറിഞ്ഞില്ല അത്. അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. അവസാനം പ്രിൻസിപ്പൽ വെച്ച് എന്നെ കാതല മിസ് വന്നു, രാഹുൽ ഒന്ന് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞു. എല്ലാവരുടെ പേര് എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാവരുടെ പേര് എഴുതി വെച്ച് മിസ്സിനെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. പ്രിൻസിപ്പൽ കൊടുക്കാനായിരുന്നു, ഞാൻ കൊടുത്തില്ല. അപ്പൊ അങ്ങനെ ഇതായിരുന്നു. അങ്ങനെ വളരെ യൂണിറ്റി ആയിരുന്നു. പിന്നെ കൊറോണ വന്നു, യൂണിറ്റി പോയി. ഞാൻ നേരത്തെ പറഞ്ഞ ബെൽറ്റ് ആയിട്ട് മാറി. എന്നിട്ടും ഓണത്തിന് 2ാമത്തെ ഓണം വന്നപ്പോൾ അപ്പോഴും വളരെ ഗംഭീരമായിട്ട് തന്നെയായിരുന്നു. അന്ന് നമുക്ക് അത്തപ്പൂക്കളത്തിൽ പൈസ ഉണ്ടായിരുന്നു തോന്നുന്നു. 3rd ആയിരുന്നു. പായസത്തിന് അപ്പോഴും 2nd നമ്മൾ കൺസിസ്റ്റൻസി വിട്ടിട്ടില്ല. അതും എന്റെ പാചകം തന്നെയായിരുന്നു. ഫസ്റ്റ് ചെയ്തത് ശ്രുതിയായിരുന്നു. കാരണം അവർക്ക് പണിയെടുക്കാൻ നമ്മള് വടംവലി അത്ര കിട്ടിയില്ല. വടംവലിയും കിട്ടിയില്ല. ഷിഗോൾസിന് പിടിച്ച് അതെ, നമ്മുടെ സപ്പോർട്ട് കൊണ്ട് അവർ ജയിച്ചു. അപ്പൊ 2ാമത്തെ ഓണം, അപ്പൊ ഫസ്റ്റ് ഓണം 2ാമത്തെ ഓണം തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണ് കണ്ടത്? മെറൂണ് മാറി പച്ചേ, പിന്നെ ബൂന്തി മാറി പോളിയായി. അന്നൊക്കെ ഒരുപാട് പായസമൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വിളമ്പാൻ നിന്നവർക്ക് പപ്പടം കിട്ടിയ ഞാൻ പുറത്തായി. എനിക്ക് ഇതുവരെ സാമ്പാർ കിട്ടിയിട്ടില്ല. അതെ, കുറെ പേർക്ക് പായസം കിട്ടിയിട്ടില്ല. കാരണം ഒരു ഗ്ലാസിന്റെ അറ്റത്തൊന്നും എനിക്ക് കിട്ടി. നമ്മൾ അത് ഞാൻ വിളമ്പനൊക്കെ ഞാൻ വേലൊന്നും കൊടുത്തായിരുന്നു. അവർ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിളവ്. കാരണം ലാസ്റ്റ് നമ്മളായിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വേണം. ഞാൻ പായസം അവന്മാര് വിളമ്പന കണ്ടപ്പോഴും ചോദിച്ചു, ചേട്ടാ പായസം ഉണ്ടോ? അവൻ പറഞ്ഞു, ചേട്ടാ പായസം ഉണ്ട്, ഒന്നും പേടിക്കണ്ട. പായസേ ഉള്ളൂ. ഞാൻ ബാക്കിൽ പോയിട്ട് 2 ഗ്ലാസ് പായസം ഞാൻ കുടിച്ചു. കാരണം എനിക്കറിയാം. കാരണം ഞാനിരുന്ന് പായസം തരും. ഞാൻ സദ്യ കഴിക്കായിരുന്നു. പരിപ്പ് വന്നു, പരിപ്പ് കൂട്ടി കഴിച്ചു. സാമ്പാർ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പുളിശ്ശേരിയൊക്കെ വരുന്നു എന്റെ അടുത്ത്. അതെ, എല്ലാം തീർന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പായസം വന്നില്ല, സാമ്പാർ വന്നില്ല. നേരത്തെ പായസം ചെറിയ കപ്പിൽ കിട്ടിയത് എന്റെ ഭാഗ്യം. അപ്പൊ അങ്ങനെ അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേക്ക് ട്രെയിൻ ചെയ്ത് അവർക്ക് എങ്ങനെ വിളമ്പണം. അതിന് പ്രത്യേക ആർട്ടാണ് വിളമ്പാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണം. അടുത്തത് ഇതുവരെയായിട്ട് ആരും ചെയ്യാത്ത, ഒരു യൂട്യൂബറും ചെയ്യാത്ത ഒരു സെഗ്മെന്റിലോട്ട് നമ്മൾ പോകുന്നത് റബ്ബർ. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് കൃഷ്ണനെ തന്നെ ചോദിക്കാം. നമ്മൾ 3 ടീം 1 ടീം ആങ്കർ. കുറെ പേര് പായസം കഴിക്കുമ്പോൾ കുറെ പേര് ഇങ്ങനെ പഴം എടുത്ത് ഇങ്ങോട്ട് കഴിക്കുന്നുണ്ട്. കുറെ പപ്പടം പൊടിച്ച് കഴിക്കുന്നുണ്ട്. കുറെ പേര് വെറുതെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇത് രണ്ടോ ഇതിൽ എങ്ങനെ കഴിക്കണം, എങ്ങനെയായിരിക്കണം കൃത്യമായിട്ട് ഒരു പായസം കഴിക്കേണ്ടത്, അതിനെ പറ്റി എന്താണ്? ഓരോരുത്തർക്കും ഓരോരുത്തര ശൈലികളുണ്ട്. ഒരു രീതിക്ക് കഴിക്കാവുന്നതാണ്. ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. പായസം ഉണ്ട്, നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് അടിപൊളി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ കറി കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്ന ഒരു കറിയാണ് ഇഞ്ചി. അതാ പുളി, ചിലവർ പൂജ വെക്കാറ് ഇഞ്ചി വെക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഡിഷ് എന്തിനാണ് നമ്മൾ ഇപ്പോഴും വെക്കുന്നത്? കാരണം ഒട്ടുമിക്ക വെക്കേണ്ടത് എപ്പോഴും വേസ്റ്റ് ചെയ്യും. അപ്പൊ എന്തിനാണ് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കറി വെക്കുന്നത്? അതൊരു നാട്ടു നടപ്പനുസരിച്ച് വെച്ചിരിക്കുവാണ്. പുളിഞ്ചിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇഞ്ചി പുളി ചെല്ലെന്ന് പറഞ്ഞു. സത്യം പറയാച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം പുളിഞ്ചിയാണ്. ഇവൻ ഈ പറയുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. ഇവന് ഭ്രാന്താണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനല്ലേ ചോദ്യമാണ്. കോൺട്രോവേഴ്സി ചോദ്യം ഉന്നയിക്കുന്ന എല്ലാവർക്കും ഭ്രാന്താണെന്നാണ് എന്റെ അഭിപ്രായം. അതെ, നമ്മൾ ചോദിച്ചില്ല. ഇവൻ ഉൾപ്പെടെ ഞാനുള്ള ചോദ്യം ചോദിച്ചെന്നു ഞാനില്ല. ഇവൻ ചോദ്യം ഉന്നയിച്ചു. ഇതിങ്ങനെ നീ പറ ഇഞ്ചി ഇതിനെ പറ്റി ഇവൻ പറഞ്ഞു
നമ്മൾ തന്നെ ഭ്രാന്തെന്ന് പറഞ്ഞു. എനിക്കല്ലേ, ഞാൻ ചോദിച്ചില്ലേ. ഇവര് ഞങ്ങൾ ചോദ്യമുണ്ട്. ചോദ്യം എഴുതിയത് അവനാണ്. അതെ, ഇവനാണ് ചോദ്യം. ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു. ഇതൊക്കെ ഇവന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇവന്റെ ഹാൻഡ് റൈറ്റിംഗ് അതല്ല. ഇവന്റെ ജെമിനിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചുതരാം. ഇല്ല നിന്റെ അയച്ചത് ഇല്ല, ഞാൻ ഇപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യണം ഞാൻ. പറ അതിനെ പറ്റി. നീ എതിരെ പറ. ലഞ്ച് ഞാൻ കഴിക്കും, ഞാൻ അടിച്ചു നോക്കത്തില്ല, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. അവൻ തിന്നുന്നില്ലേ പറഞ്ഞു. എതിരെ പറയാ. അപ്പൊ നീ അതിനെതിരല്ലേ? നീ എതിരെ പറ. ഞാൻ വല്ലപ്പോഴും തിന്നാറുണ്ട്, വല്ലപ്പോഴും മാറ്റി കയറുണ്ട്. അപ്പൊ ഈ ഹൈറാർക്കി ശരിയാണോ അല്ലേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ കാണുന്നൊരു ഭംഗിക്ക് അവിടെ ഇരിക്കട്ടെ. കാണുന്നുള്ളത് കഴിച്ചത്. എന്റെ ഒരു ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ, അപ്പൊ നമ്മളൊക്കെ തിന്നണം. അതായത് എനിക്ക് പറയാനുള്ള വേറെ കാര്യം, ഇപ്പം ഒരു സജഷനാണ്, പക്ഷെ ഇപ്പം എത്ര പ്രാക്ടിക്കലാണ് എനിക്കത്. ആൾക്കാർ ഇരുന്നതിന് ശേഷം ഇല വെച്ച് വിളമ്പുക. വേസ്റ്റേജ് വരുന്നില്ല, ഫുഡ് വേസ്റ്റേജ് വരത്തില്ല. ഏത് അതെ, ഞാൻ ഇപ്പോഴും എന്റെ ഭാഗത്തിൽ ശരിയാണ്. പുളിഞ്ചിയാണ് ഏറ്റവും നല്ല ഏറ്റവും സ്വാദിഷ്ടമായ വിഭവം എന്റെ അഭിപ്രായത്തിൽ. ഇവൻ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ഇതിലോട്ട് നിൽക്കുന്നു. അവിടെ തോടാം. ഒരു വന്ദേ മാതരം. ശരിക്കുള്ള കോൺട്രോവേഴ്സി നമ്മുടെ അപ്പുറത്തെ അയൽവാസിയുമായിട്ട് സിന്ദാബാദ് അയൽവാസി പടിഞ്ഞാറൻ അയൽവാസി. സദ്യ ഓരോ നാട്ടിലും ഓരോ രീതിയിൽ. ഇപ്പൊ നീ കാഴ്ച നീ എവിടെ നിന്നൊക്കെ സദ്യ കഴിച്ചിട്ടുണ്ട്? ഏതൊക്കെ ജില്ലയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്? ഞാൻ എന്റെ നാട്ടിൽ നിന്ന് തൃശ്ശൂർ ജില്ലയില് ഇവിടെ കഴിച്ചിട്ടില്ല. ശരിയാണ്, ഓണസദ്യ ഞാൻ ഒരിക്കൽ കോളേജിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്നു. പിന്നെ അല്ലാതെ നീ എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്? കോളേജ് സിദ്ധിപത്ര കഴിച്ചു. നീ എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്? തിരുവനന്തപുരത്ത് തന്നെയാണ്. മാത്രമേ കല്യാണ സദ്യയായിട്ട് ചേച്ചിയുടെ പിന്നെ നീ ഉണ്ടായിരുന്നല്ലോ. നീ അങ്ങോട്ട് പോയാ പിന്നെ കേട്ടത് പറഞ്ഞു. പിന്നെ കേട്ടുകേൾവിയൊക്കെ ആയിട്ട് കോഴിക്കോടും കണ്ണൂർ ജില്ലകളെ കുറിച്ച് കേട്ടത്. എന്താണ് നീ കേട്ടിട്ടുള്ളത്? ഈ കേട്ടുകേൾവി, അതെ, എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ ബ്രദറിനോ അവർക്കൊക്കെ ഈ മീൻ തല കൂട്ടിയാലേ സദ്യ പൂർത്തിയാവും എന്നാണ് അവർക്ക്. അപ്പൊ അപ്പൊ ഞങ്ങളുടെ ആ ഭാഗത്തോട്ട് ഇതൊന്നും ആവില്ല. അപ്പൊ അവർക്കൊക്കെ ഒരു വല്ലായ്മയാണ്. വല്ലായ്മ എന്ന് വെച്ചാൽ അവർക്ക് തൃപ്തിയാവില്ല. അപ്പൊ അതിനെപ്പറ്റി എന്താണ് ഇപ്പൊ ഒരു നോൺ വെജ് നമ്മൾ സദ്യയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി? തെക്കന്മാർക്ക് സദ്യ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഡിഷ്. അതെ, ഇപ്പൊ അടിക്കും. ഉള്ള കാര്യം പറയാ, സൈഡിൽ കുറച്ച് ചിക്കൻ ആയാലും സംബന്ധിച്ചേക്കട്ടെ, വാഴയില് കഴിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. പിള്ളേർ വെച്ച് അല്ലല്ല, എനിക്ക് സദ്യയില് പരിപ്പ്, സാമ്പാർ, പായസം, ചിക്കൻ ഫ്രൈ ഇല്ല 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 മീൻകറി ഇല്ല. എനിക്ക് വെജിറ്റേറിയൻ സദ്യയിലോട്ട് വരുന്നതേ വെജിറ്റേറിയൻ സദ്യയില് ചിക്കൻ നോൺ വെജ് വരുന്നത് ഇഷ്ടമല്ല. നോൺ വെജ് സദ്യക്ക് ചോറിനും ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോ സദ്യയുണ്ട്, നോൺ വെജ് ഓപ്ഷൻ ഉണ്ട്. ഏത് കല്യാണത്തിന്? ഏതെങ്കിലും കല്യാണത്തിന് നമ്മൾ മുസ്ലിം കല്യാണമാണെങ്കിൽ നോക്കേണ്ട മുന്നേ ഞാൻ ബിരിയാണിയുടെ പുറകെ പോകത്തുള്ളൂ. സദ്യക്ക് വെച്ച് പറഞ്ഞ ആളാണ് നീ. ആണെങ്കിൽ കൂടെ അല്ലല്ലോ കഴിയും. നീ ആണെങ്കിലും നമ്മള് അത് ഇത് റിസപ്ഷൻ ആണോ കല്യാണമാണോ? കല്യാണത്തിന് സദ്യയും ഉണ്ട്, ഒരു നോൺ വെജ് ഓപ്ഷനും ഉണ്ട്. ഏത് കല്യാണം എന്ന് പറയുന്ന പോലെ അങ്ങനെ നോക്കാൻ വെച്ചാൽ ആരാണ് ചെയ്യണത് എന്നനുസരിച്ചും കൂടി ഇരിക്കും. നമ്മള് തിയേറ്റർ ആരാണെന്ന് അനുസരിച്ചിരിക്കും. നല്ല തിയേറ്റർ ആണെച്ചാൽ ചിലപ്പോ രണ്ടും ആയിക്കൂടാന്നില്ല. എല്ലാ കേട്ടറിയും അറിയാം. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. അപ്പൊ ഞാനൊരു ചോദ്യം ഞാൻ പറയട്ടെ, എനിക്ക് എറണാകുളത്തിനടുത്ത് എറണാകുളത്തൊരു കല്യാണത്തിന് പോയിരുന്നു. അന്ന് എനിക്ക് അവിടെയൊക്കെ തുടക്കം സാമ്പാറാണ്. അവിടെ പരിപ്പില്ല അവിടെ. ഞാൻ അന്ന് എനിക്ക് പ്രായം എത്ര, 10-12 വയസ്സേ എനിക്കുള്ളൂ. എനിക്ക് നമ്മളിവിടുത്തെ സദ്യയാണ് അറിയാവുന്നത്. അവിടെ ചെന്ന് സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു. എനിക്കാണെങ്കിൽ പരിപ്പാണ് ഏറ്റവും ഇഷ്ടം കഴിക്കുന്നതിൽ. അപ്പൊ ഞാൻ ഇവിടെ പരിപ്പും വെയിറ്റ് ചെയ്തിരിക്കുമ്പോ എനിക്ക് ആ സമയത്തൊന്നും സാമ്പാർ വലിയ താല്പര്യം ഇല്ല സദ്യയിൽ. അന്ന് വലിയ എരിവിന്റെ ആളല്ല, അതുകൊണ്ട് സാമ്പാർ വലിയ താല്പര്യം ഇല്ല. ഇത് വെയിറ്റ് ചെയ്തിരുന്നപ്പോ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം കൊണ്ട് ചോറെല്ലാം ഒഴിച്ചു തന്നു.
എനിക്ക് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയില്ല. അതിനു മുമ്പ് അവർ പരിപ്പ് കൂടെ കൊണ്ട് ഒഴിച്ചു. നമ്മൾ ട്രിവാൻഡ്രംകാരായതുകൊണ്ട് ചോറിന്റെ പുറത്ത് സാമ്പാറും പരിപ്പും. അതുപോലെ പറഞ്ഞാൽ ഞാൻ പാലക്കാട് ഒരു കല്യാണത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ഭയങ്കര എല്ലാം വെച്ച് നല്ല പൊന്നിയേരിയിരുന്നു, നല്ല ടേസ്റ്റാണ് പൊന്നിയേരി. അത് കഴിഞ്ഞപ്പം ഞാൻ നോക്കി ഒരു പച്ചക്കളർ സാധനം എന്തോ കുറച്ച് അവിടെ ഇരിക്കുന്നു. ഞാൻ കുറച്ചേരം നോക്കി അച്ഛ അടുത്തുണ്ടായിരുന്നു. അച്ഛൻ ഇതെന്തോ സാധനിച്ചു, അതൊരു പരിപ്പൊന്നും എൻ്റെ കാര്യം വീട് ഒരു സ്പൂൺ പരിപ്പോളം വിട്ടാണ് പോയത്. പിന്നെ അച്ഛൻ്റെ ഒരു റിലേറ്റീവിന്റെ കല്യാണം ആയതുകൊണ്ട് ഒരു പറഞ്ഞ് എനിക്ക് പുളിശ്ശേരി കിട്ടി. ഞാൻ കഴിച്ചു. സാമ്പാർ തന്നു. അമ്മ ഞാൻ മേടിച്ചില്ല. ഇനി സാമ്പാർ ചോറിനോട് സാമ്പാർ കഴിക്കില്ല. ചോറിനോട് ബാക്കി സാമ്പാർ കഴിക്കും. പാറിനോട് സാമ്പാർ കഴിക്കാറുണ്ട്. സത്യം പറയാൻ ചോറിന് സാമ്പാറിനെക്കാട്ടും കൂടുതൽ മാങ്ങ കൂട്ടാനാണ് എനിക്കിഷ്ടം. അല്ല കൃഷ്ണ സ്പെഷ്യൽ കറിയില്ലേ കൃഷ്ണ, നമ്മള് കോളേജിൽ വെച്ച് പറയുന്നത് മോളൂശ്യം. ഇവരാണ് മോളൂശ്യം. കുമ്പളങ്ങ പരിപ്പൊക്കെ ഇട്ടിട്ട് സാധനം മുളകൂശ്യം എന്നാണ്. മോളൂശ്യം ഞങ്ങളുടെ ഭാഗത്തൊക്കെ മുളകൂശ്യാണ്. ഇവരുടെ ഭാഗത്ത് മുളകൂശ്യാണ്. സ്പീഡിൽ പറഞ്ഞ മോളൂശ്യായി പോയത്. അല്ല ഇതല്ലേ ഇതിന്റെ ഏറ്റവും രസം. ഇത് നമ്മളെ ക്യാൻറ്റീനിൽ ചെന്ന് ഞാൻ പറഞ്ഞു, മാമനൊക്കെ വായി നിർന്നിരിക്കുന്നു, നിങ്ങൾ അങ്ങനെ കറിയുണ്ട്. മാമനൊക്കെ മീന്റെ ഗ്രേവി സാമ്പാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അതില്ലടാ ഇവിടെ. അടുത്ത പോയിന്റ് നമ്മുടെ സദ്യയിൽ ഏറ്റവും ഓവർ ആയിട്ടുള്ള ഡിഷ് ഏതാണ് നിന്റെ അഭിപ്രായത്തിൽ? ചോറ്. അടി ചോറല്ലേ സദ്യ. അപ്പൊ നീ എന്തുകൊണ്ടാ സദ്യ കഴിക്കണം? കറിയാത്ത തിന്നു. കോൺട്രവേഴ്സി ഇല്ല വേണ്ടേ? അല്ലടാ, ഇങ്ങനെ മണ്ടത്തരം ചോദിച്ചാ പിന്നെ എടാ സംഭവം ഇല്ലേ, കറി തരും, എന്നിട്ട് പായസത്തിന് ഒഴിക്കാം, എന്നിട്ട് വാഴയില മുടക്കാം, എന്നിട്ട് നീ ഓവറായിട്ട് സാധനം നിന്റെ അഭിപ്രായത്തിൽ ഓവറായിട്ടുള്ള ഡിഷ്? അത് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ബീട്രൂട്ട് പച്ചടി. ആ സാധനമാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഓവർ റേറ്റ്. നല്ലതാണ്, പക്ഷെ ഓവർ റേറ്റ്. നിന്റെ എന്താണ്? എതിർക്കല്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് കാരണം വേറെ കാരണമില്ല. കാരണം നമുക്ക് ആ സദ്യയിൽ മാത്രമേ അങ്ങനെ സാധനം കിട്ടൂ, അല്ലാതെ കിട്ടൂല നമുക്ക്. അതെ അതെ, എനിക്ക് ഇച്ചിരി ഓവർ തോന്നണം മറ്റേ വടയിട്ട കൂട്ടുകറി. എനിക്ക് ഇച്ചിരി വടക്കറി ടേസ്റ്റ് കൂട്ടുകറി ഒക്കെ അത് ദോശയുടെ കൂടെ കഴിക്കാം. സദ്യയുടെ കൂടെ എനിക്ക് ഞാൻ വട മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് കഴിക്കില്ല. വട കഴിക്കാൻ മാത്രം വടയും കൂട്ടും. വടയിട്ട കൂട്ടുകറി അത് ചില വടയായിരുന്നു മാവ് സാധനമുണ്ട്. വട മീൻസ് മറ്റേ ഉഴുന്നോടയില്ല, ചിലടത്ത് ഉഴുന്നോട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഉഴുന്നോട് അങ്ങനത്തെ കൂട്ടുകാരെ കഴിച്ചിട്ടില്ല. എനിക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നില്ലെങ്കിൽ ഞാൻ പറയാം, എനിക്ക് തോരന് അവരും താല്പര്യമില്ല. ആക്ച്വലി ഒരു താല്പര്യമില്ല. ഓവർ റേറ്റഡ് ആണെന്നെല്ലാം പറഞ്ഞു താല്പര്യമില്ല. പക്ഷെ എന്ത് ക്യാബേജ് തോരഞ്ഞിരിക്കും. എനിക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താ പറയാ, എനിക്ക് ഓവർ റേറ്റ് തോന്നിയിട്ടൊരു ശർക്കര ഉപ്പേരിയാണ്. അത് എപ്പോഴും എനിക്ക് ഇപ്പൊ കിട്ടിയാലും ഭയങ്കര തണുത്ത സാധനമേ കിട്ടുള്ളൂ, ക്രിസ്പി ഒരു സാധനം കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഓവർ റേറ്റ്. എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല ഒന്നും ഓവർ റേറ്റഡ് ആയിട്ട് പറയാനായിട്ട്. കാരണം എനിക്ക് ആ സദ്യയിൽ ഇലയിലുള്ള എല്ലാം താല്പര്യം. പിന്നെ ഇവൻ പറഞ്ഞത് ഐറ്റം എനിക്ക് അതും എനിക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് കറി താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. ആ ആദ്യം ഒരു ഇലയിൽ ആദ്യം ഉണ്ടാകുന്ന വിഭവങ്ങളുണ്ടല്ലോ, പിന്നെ ചോറ്, ഈ ഒരു സെക്ഷനിൽ വരുന്ന ചോറും പരിപ്പും. ഞാൻ ആക്ച്വലി പായസം വരെ കൂട്ടാറുണ്ട്. എന്റെ അപ്പുറത്തോട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. 3 ഐറ്റമുള്ളൂ, പുളിശ്ശേരി, രസം. അത് എനിക്ക് താല്പര്യമൊന്നുമില്ല. അത് രസം ഓവർ ഇടയും അല്ലെങ്കിൽ മോരിന് ഓവർ ഇടയ്ക്കും 10 മുടയൊക്കെ കത്തും. തിരുവനന്തപുരം കത്തിക്കുള്ള എനിക്കങ്ങനെ ഓവറായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ശർക്കര ഉപ്പേരി എനിക്ക് അത്ര എന്റെ താല്പര്യമില്ലതല്ല. കാരണം ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. ചിപ്സ് വെറുതെ ചിലർക്ക് ഇത് കിട്ടും, പരിപ്പോടെ കിട്ടും. എന്റെ ടേസ്റ്റ് ബഡ്സ് ആ പരിപ്പിലും സാമ്പാറിനും പായസത്തിലും ഏറ്റവും കൂടും.